നമസ്കാരം. പതിരും കതിരും. ഭരതനാട്യത്തിലും കഥകളിയിലുമൊക്കെ ആശയവിനിമയത്തിനായി കൈവിരലുകൾ ഉപയോഗിച്ച് കാണിക്കുന്ന ആംഗ്യങ്ങളാണല്ലോ ഹസ്തമുദ്രകൾ. പതാക, ത്രിപതാക, അരാളം തുടങ്ങി എത്രയെത്ര ഹസ്തമുദ്രകളാണുള്ളത്. കൈപ്പത്തി നിവർത്തിപ്പിടിക്കുന്നത്, മൂന്നാമത്തെ വിരൽ മടക്കി പിടിക്കുന്നത്, ചൂണ്ടുവിരൽ മാത്രം അല്പം വളച്ചു പിടിക്കുന്നത്, അങ്ങനെ പോകുന്നു ഹസ്തമുദ്രകൾ. ഭരതനാട്യക്കാരിയും കഥകളിക്കാരിയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുമൊക്കെ ആയിരുന്ന ആർ ബിന്ദുവിൻ്റെ അത്ര ഹസ്തമുദ്രകൾ CPM ആർക്കും തന്നെ വശമില്ല. പിണറായി വിജയനാണെങ്കിൽ കൈകൾ മലർത്തി കാണിക്കാനേ അറിയൂ. അത് മുദ്ര കാണിക്കാനല്ല, ശുദ്ധമാണെന്ന് കാണിക്കാനാണ്. അല്ല ബിന്ദു ചേച്ചി, മുഖ്യമന്ത്രി VD സതീശൻ വാർത്താ സമ്മേളനത്തിനിടയിൽ കാണിച്ച ആംഗ്യം എന്താണെന്നാണ് നിങ്ങൾ മനസ്സിലാക്കിയത്? ഒരു മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിലിരുന്ന് ഇത്തരം ഹസ്തമുദ്രകൾ കാണിക്കുമെന്ന് ബിന്ദുവിന് തോന്നുന്നുണ്ടോ? ഇടത് സർക്കാരും അതിലെ മന്ത്രിമാരും നിരന്തരം ജനങ്ങളോട് ഇത് കാണിച്ചതിൻ്റെ ഫലമാണ് നിങ്ങൾക്കിപ്പോൾ വീട്ടിലിരിക്കേണ്ടി വന്നത്. ഓടിക്കൊണ്ടിരുന്ന KSRTC ബസ്സിലെ ഡ്രൈവർ എന്നെ ഇതുപോലെ അശ്ലീല ആംഗ്യം കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു മുൻ മേയർ തിരുവനന്തപുരത്ത് റോഡ് ഷോ നടത്തിയത്. അവരുടെ അവസ്ഥ നമ്മൾ കണ്ടതാണ്. ഇടതുപക്ഷത്തെ സഖാത്തികളുടെ എല്ലാം നോട്ടം ശ്ലീലത്തിലല്ല, അശ്ലീലത്തിലാണ്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഭരിച്ചിരുന്ന ഒരു സ്ത്രീ അവരുടെ ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പ് കണ്ടാൽ നമ്മൾ തലയിൽ കൈവച്ച് പോകും. വാഹനങ്ങൾക്ക് മോഡിഫിക്കേഷൻ അനുവദിക്കുമെന്ന് പറഞ്ഞ് വാഹനപ്രേമികളായ യുവാക്കൾക്ക് വാഗ്ദാനം നൽകി വോട്ട് നേടിയ മുഖ്യമന്ത്രി ഇപ്പോഴാ വിഷയത്തിൽ ഡാഷ് നമസ്കാരം പറയുന്നു. എന്താ അല്ലേ ചിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ക്യൂട്ട്നെസ്? ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അവർ ഈ വൃത്തികെട്ട പോസ്റ്റ് ഇട്ടത്. എന്തായാലും ആ ഡാഷ് ഇവിടെ പൂരിപ്പിക്കുന്നില്ല. ഏതോ സൈബർ കമ്മികൾ വാട്സാപ്പ് ഗ്രൂപ്പിൽ പ്രചരിപ്പിച്ച ഒരു പടം മുൻപിൻ നോക്കാതെ ഒരു മുൻ മന്ത്രി എടുത്ത് അങ്ങ് കാച്ചുകയാണ്. സംഗതി വിവാദമായെന്നറിഞ്ഞപ്പോൾ ബിന്ദു പോസ്റ്റ് മുക്കി ഓടടാ ഓട്ടം. അതിൽ പിന്നെ ആളിനെ പുറത്തോട്ടെങ്ങും കാണുന്നതേയില്ല. ബിന്ദുവിന് ഏത് വിഷയത്തിലാണ് ഡോക്ടറേറ്റ് കിട്ടിയിട്ടുള്ളത്? അശ്ലീല ആംഗ്യങ്ങളെ വ്യാഖ്യാനിക്കുന്നതിലാണോ ഡോക്ടറേറ്റ്? വിജയരാഘവനെ അശ്ലീല രാഘവൻ എന്നാണ് മനുഷ്യർ വിളിക്കുന്നത്. ആർ ബിന്ദുവിനെ ഇനിയും അശ്ലീല ബിന്ദു എന്ന് വിളിക്കേണ്ടി വരുമോ? അശ്ലീലത്തിൻ്റെ ഡോക്ടറേറ്റ് എവിടെയാണ് കിട്ടുന്നതെന്നാണ് ഇപ്പോൾ ആളുകൾ തിരക്കി നടക്കുന്നത്. ആലോചിച്ച് നോക്കണേ, കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഭരിച്ചുകൊണ്ടിരുന്ന മന്ത്രിയാണ്. കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഹബ്ബാക്കാൻ ഇറങ്ങിയതാണ്. ഇപ്പോഴിതാ ജനം ബിന്ദുവിനെ ഒടിച്ചു മടക്കി പപ്സാക്കി വീട്ടിൽ വെച്ചിരിക്കുന്നു. ബിന്ദു തോൽക്കുകയും ഭരണം പോവുകയും ചെയ്തതോടെ വല്ലാത്തൊരു നിലതെറ്റിയ അവസ്ഥയിലാണ്. ഉന്നത വിദ്യാഭ്യാസം ഭരിച്ചത് വേറെ ആരെങ്കിലും ആയിരിക്കും. പക്ഷേ നല്ല രീതിയിൽ മലയാളം സംസാരിക്കാൻ പോലും ഈ ബിന്ദുവിന് കഴിയുന്നില്ല. സകല കലകളും വശമാണ് താനും. പാട്ടുപാടും, ഡാൻസ് ചെയ്യും, പുലികളിയുടെ ചുവടുകൾ വയ്ക്കും, കഥകളിയാടും എന്ന് വേണ്ട സകല കലാ വല്ലഭ. പക്ഷെ വകതിരിവ് വട്ടപൂജ്യം. ഈ കമ്മ്യൂണിസ്റ്റ് ദമ്പതികൾ എന്താ ഇങ്ങനെ ആയിപ്പോയത്? വിജയരാഘവന് മൈക്കിൻ്റെ മുമ്പിൽ നിന്നാൽ അശ്ലീലവും വിവരക്കേടും മാത്രമേ വരികയുള്ളൂ. അയാൾക്ക് സ്ത്രീകളെ ആക്ഷേപിക്കാനും കാറിൽ ഒറ്റയ്ക്ക് പോകുന്നവരെ പരിഹസിക്കാനും ഒന്നും യാതൊരു മടിയുമില്ല. അന്നൊന്നും ഈ ബിന്ദു ഭർത്താവിനോട് പറഞ്ഞു കണ്ടില്ല, സഖാവ് കെട്ടിയോനെ മര്യാദയ്ക്ക് വർത്തമാനം പറയണം, പെണ്ണുങ്ങളെ ആക്ഷേപിക്കരുതെന്ന്. ഇടതുപക്ഷത്തിൻ്റെ ഭരണകാലത്ത് CPM നിന്നും ഒരാൾ മന്ത്രിയാവുക എന്ന് പറഞ്ഞാൽ അവിടെ യോഗ്യതയൊന്നും ഒരു മാനദണ്ഡമേ അല്ല. യോഗ്യതയും സമൂഹത്തിൽ ഇടപെടുന്ന രീതിയും വെച്ച് നോക്കിയാൽ ഈ ശിവൻകുട്ടിയും ബിന്ദുവും മണിയും ചെറിയാച്ചനുമൊക്കെ മന്ത്രിയാകുമായിരുന്നു. തിരഞ്ഞെടുക്കപ്പെടുന്നവരിൽ ഏറ്റവും മുഴുത്ത ചട്ടമ്പി ആരാണോ അവരാണ് മന്ത്രിസ്ഥാനത്തേക്ക് വരിക. ബിന്ദുവിൻ്റെ പോസ്റ്റ് അനുസരിച്ചാണെങ്കിൽ ഒറ്റ വിരൽ കൊണ്ട് എങ്ങനെയാണ് നമസ്കാരം പറയുക? അതെവിടുത്തെ നമസ്കാരമാണ് ബിന്ദു? രാഷ്ട്രീയം പറഞ്ഞൊന്നും രക്ഷപ്പെടാൻ ഇനി ഒരു മാർഗവുമില്ല. അത് ബിന്ദുവിനും സഖാക്കൾക്കും നല്ലതുപോലെ അറിയാം. ഇനി ഒറ്റ മാർഗമേ ഉള്ളൂ. നുണേശനെന്ന് വിളിച്ച് നാടാകെ പ്രചരണം നടത്തിയിട്ടും ജനങ്ങൾക്ക് നുണേശനെയാണ് ഇഷ്ടപ്പെട്ടത്. നുണറായിയെ നാലായി മടക്കി തോട്ടിലെറിഞ്ഞു. ഇനി എങ്ങനെയെങ്കിലും ഈ മുഖ്യമന്ത്രി ഒരു സംസ്കാര ശൂന്യനാണെന്ന് വരുത്തി തീർക്കണം. മുഖ്യമന്ത്രി VD സതീശൻ ചെവി ചൊറിയുന്നുണ്ടോ, വിരൽ ഉയർത്തുന്നുണ്ടോ, മുണ്ട് മടക്കി കുത്തുന്നുണ്ടോ, ഇതൊക്കെ നോക്കി നടക്കുകയാണ് കമ്മി സംഘം. അഗാധമായ ഗർത്തത്തിൽ വീണാൽ സാധാരണ മനുഷ്യർ അതിൽ നിന്നും കരകയറാനാണ് ശ്രമിക്കുക. എന്നാൽ കമ്മ്യൂണിസ്റ്റുകാർ അങ്ങനെയല്ല. അവരാ കുഴിയിൽ കിടന്നുകൊണ്ട് വിപ്ലവം നടത്തും. ബിന്ദുവിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെ ആരെങ്കിലും പരാതിപ്പെട്ടിരുന്നെങ്കിൽ കേസ് ഉറപ്പാണ്. അതറിഞ്ഞപ്പോഴേ ബിന്ദു FB പോസ്റ്റും തൂക്കിക്കൊണ്ട് ഓടടാ ഓട്ടം. ശാസ്ത്രലോകവും ഇൻ്റർനെറ്റ് യുഗവും ഇത്രയേറെ വളർന്നിട്ടും മസ്തിഷ്കമാകെ ചിതലരിച്ച നിലയിൽ ജീവിക്കുന്നവരാണ് മാർക്സിസ്റ്റുകാരിപ്പോഴും. ജനങ്ങളെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇളക്കി വിട്ടാൽ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് തിരിച്ചു മന്ത്രിസ്ഥാനത്ത് കയറാമെന്നാണ് ഈ പാവം സ്ത്രീയും ധരിച്ചു വെച്ചിരിക്കുന്നത്.